ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? ഓണമൊക്കെ എവിടം വരെയായി? എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇന്ന് ഉത്രാടമാണല്ലോ അല്ലേ? എല്ലാവർക്കും ഉത്രാട ദിനത്തിൻ്റെ ആശംസകളും അതുപോലെ തന്നെ നാളത്തെ തിരുവോണത്തിൻ്റെ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേരും കേട്ടോ. പിന്നെയാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ ഓണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാ കേട്ടോ. അപ്പോൾ ഇതാണ്ട് അവന്മാർ പെട്ടെന്ന് ഒരുക്കിയിട്ട് അവന്മാർ അവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. ഞാനും പെട്ടെന്ന് ഒന്ന് ഒരുങ്ങുവാണ്. ഒരു സാരിയൊക്കെ ഉടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു. അതിനിടയ്ക്ക് മാത്രം വന്നപ്പോൾ ഞാൻ ചോദിക്കുമോ വ്ളോഗാണെന്നൊക്കെ ചോദിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്നൊരു സാരിയൊക്കെ ഉടുത്ത് ഇച്ചിരി കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി സിമ്പിളായിട്ട് ഒരുങ്ങി ഒരു കൂട്ടുകാരിനെ എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അവളെ എടുക്കാൻ വേണ്ടി പോയി, അവളുടെ വീട്ടിൽ പോയി അവളെയും പിക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫനാത്തിറിലെത്തി പൂക്കളൊക്കെ പറിക്കാൻ തുടങ്ങി. ലുക്കായും കറിയായും മാത്രം തകൃതിയായിട്ട് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദാണ്ട്ര അവിടെ ഒരു വലിയ ചെടി, കുനിയേം വേണ്ട, നിവർന്ന് നിന്ന് പറിക്കാൻ പാകത്തില്ല, ദാണ്ട്ര ഒരു ചെടി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കുറേ പൂക്കളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ഞുള്ളിപ്പെറുക്കി എടുത്തു. ഉദ്ദേശിച്ച പോലെ നമുക്ക് പൂക്കളൊന്നും കിട്ടിയില്ല. മുല്ലപ്പൂവും ചുമലപ്പൂവും മഞ്ഞപ്പൂവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എന്തോ ഈ ബൊഗെയിൻവില്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നിരാശരായി മടങ്ങാൻ ഇരുന്നപ്പോഴത്തേക്ക് ദാണ്ട്ര അവിടെ നിൽക്കുന്നു, ഒരു അരളിച്ചെടി നിൽക്കുന്നു. അരളിച്ചെടിയിൽ നിന്ന് കുറച്ച് പൂവൊക്കെ ഞങ്ങളിങ്ങനെ പറക്കി. അരളിച്ചെടിയിൽ നിന്ന് പൂ പറക്കിയപ്പോഴത്തേക്ക് ബർഗർ കിങ്ങിൻ്റെ അവരുടെ ആയിരുന്നു. അവർ ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു. പിന്നെ അവരോട് ഒരു സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ചൂടല്ല, ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. വിയർത്തൊലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഒരു ആവേശത്തിന് സാരിയൊക്കെ എടുത്ത് ചുറ്റിപ്പോയതല്ലേ, എന്നാ ചെയ്യാൻ പറ്റും, വഴി വെച്ച് ഊരിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഓർത്ത് ഹോസ്പിറ്റലിൽ പോയി യൂണിഫോം ഇട്ടാണെന്നൊക്കെ ഒന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ ഓർത്ത് വേണ്ട, നമ്മൾ തന്നെ അലക്കണമല്ലോ യൂണിഫോം ഒക്കെ, അതുകൊണ്ട് ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പന്മാരൊക്കെ ഓടി വന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പാവം എൻ്റെ ബാഗൊക്കെ കറിയാച്ചൻ ഇട്ടേക്കുവാണേ. അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഹയാത്ത് സ്ക്വയറിൻ്റെ അവിടെ എത്തി. ഹയാത്ത് സ്ക്വയറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്ക് ലൂക്ക കണ്ടു പാഞ്ഞു പോകുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ കയറാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് എന്നിട്ട് പറഞ്ഞു, ഉടുപ്പ് നനയ്ക്കല്ലേ, വേറെ ഉടുപ്പില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദേഹത്ത് വെള്ളം വീഴുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞാണ് എടുത്ത്. നനച്ചാലും അങ്ങ് പോട്ടെ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു വെള്ളപ്പൂ നിൽക്കുന്നു, മുല്ലപ്പൂ ആണെന്ന് ഓർത്തുകൊണ്ട് മണത്ത് നോക്കി. അപ്പം അത് ഈ എല്ലാവരും പറയുന്ന ശബനാറി എന്ന് പറയുന്ന പൂവിൽ എനിക്ക് എന്തോ പേര് പറയാൻ ഇഷ്ടമില്ല കേട്ടോ. ആ പൂവായിരുന്നു. നമ്മളൊക്കെ ഇതിനെ അതോ ഹവാ ചെടി നോക്കിയല്ലേ പറയുന്നത്. അങ്ങനെ ഒരു ഓണത്തിന്റെ വൈബിനായിട്ട് കൈയൊക്കെ ഒന്ന് നനച്ചു. ഞങ്ങൾ കൈ നനച്ചപ്പോഴത്തേക്ക് അത് ഓഫുമായി പോയി. അങ്ങനെ അവിടെ കൈ നനയിലും കാലം നനയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ നടന്നുകൊണ്ടിരിക്കുക. അവന്മാർക്ക് ഹാപ്പിയാണ്. അവന്മാരതിൻ്റെ അണി തുള്ളിക്കളിയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഹാപ്പി ഓണമെന്നും. അതിനിടയ്ക്ക് മസിൽ കാണിക്കുന്നു, ഭയങ്കര ബഹളങ്ങളൊക്കെയാണ്. മസിലൊന്നും ഇല്ല കാണിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെത്തി. അവിടെ നമ്മുടെ ചെമ്പകച്ചെടി ഉണ്ടായിരുന്നു. ചെമ്പകത്തേന്ന് ഇങ്ങനെ പൂക്കളൊക്കെ നല്ല മണമായിരുന്നു കേട്ടോ. ആ പൂവിന് ചെമ്പകത്തിന്റെ പൂവൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചു കുറേ അധികം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ പറയുന്ന പോലെ തന്നെ ആദഞ്ചെടി ഹൗവാ ചെടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ആദഞ്ചെടി എന്ന് ഹൗവാ ചെടി എന്ന് കേട്ടോ. പ്രകടനശ വന്നാലെന്നൊന്നും പറയാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവക്കോട്ടെ നിൽക്കുന്ന പൂവാണ്. എന്നാൽ പോലും ഞങ്ങൾ ഇതിനെ ആദഞ്ചെടി ഹൗവാ ചെടി എന്നാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ സൈഡിൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു, അതും പറിച്ചു. പിന്നെ ഒരു ചുമല കളറുള്ള പൂ ഉണ്ടായിരുന്നു, അതും പറിച്ചു. അങ്ങനെയൊക്കെ എന്നപ്പോഴത്തേക്കാണ് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലല്ല, വേറെ ഒരു യൂണിറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. അവരും പൂക്കളൊക്കെ പറിക്കുമായിരുന്നു. അവർക്ക് നാളെ ഹോസ്റ്റലിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട് അവരും പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് റീന. അങ്ങനെ റീന വന്ന് കുറേ പൂക്കളൊക്കെ പറിച്ചു. ഇത് ജസ്ന ചേച്ചി. അങ്ങനെ ഇവരെല്ലാവരും പൂക്കളൊക്കെ പറിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓണോ ഹാപ്പി ഓണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഏതാണ്ട് കുറച്ച് പൂവൊക്കെ റീന പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. റീന എന്നെ പൂവ് പറിച്ചതെന്ന് റീനയ്ക്ക് തന്നെ അറിയത്തില്ല. പൂ പണ്ട പറിച്ച പൂവല്ല, അവൾ ഊതിയും വിട്ടു. എന്നതാണോ എനിക്കറിയാൻ മേല. എന്തായാലും ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും പോവാകട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏതാണ്ട് റോസിറ്റയുടെ കൊച്ചിനെ എടുത്തോണ്ട് കറിയാൻ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. റോസിറ്റയ്ക്ക് ഒരു പരാതി, റോസിറ്റേനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്ന്. അപ്പം പിന്നെ കൈ കണ്ടത് ലൂക്കായ്ക്ക് ലൂക്കായ്ക്ക് പിന്നെ പതിയെ ഇതാകാൻ തുടങ്ങി, ദേഷ്യം വരാൻ തുടങ്ങി. ലൂക്കായ്ക്ക് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ലൂക്ക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ പൂക്ക്. എല്ലാവർക്കും ഓണത്തിന്റെയും ഉത്രാടത്തിന്റെയൊക്കെ ആശംസകൾ നേരുന്നു. വീണ്ടും കാണാം. ഹാപ്പി ഓണം. ബൈ.